വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനു മുന്നേ തന്നെ നിങ്ങൾ കുറച്ച്, അതായത് ഇനി പ്രോബ്ലം ചെയ്യണം. ഇന്നലെ കോസ്ലാസ് തിയറി എന്താന്ന് പറഞ്ഞു. ഇനി കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, എങ്ങനെയാണ് കോസ്ലാസ് തിയറി യൂസ് ചെയ്തിട്ട് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കോസ്ലാസ് തിയറി യൂസ് ചെയ്തിട്ട് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിന്റെ തിയറിയാണ് കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇന്നലെ കോസ്ലാസ് തിയറി എന്താന്ന് പറഞ്ഞു, അതിന്റെ 3 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് കോസ്ല ഉണ്ടാക്കിയ ഒരു തിയറിയാണ് കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലൈസ് തിയറി യൂസ് ചെയ്തിട്ട് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓരോ ഹെഡ് ലോസ് ഒക്കെ കണ്ടുപിടിച്ച്, അങ്ങനെയല്ലേ കണ്ടുപിടിച്ചേ? സോ ഇനി എങ്ങനെയാണ് ഈ കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറയുന്നത് എങ്ങനെയാണ്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വെയറില് കുറെ പൈലും അതെല്ലാം ഉള്ള ഒരു കോംപ്ലക്സ് പ്രൊഫൈലാണ് വെയർ എന്ന് പറയുന്നത്, അല്ലെ? ഒരു വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബോട്ടം സർഫസ് എന്ന് പറഞ്ഞാല് കുറെ ഇന്റർമീഡിയറ്റ് പൈല്, ഔട്ടർ പൈൽസ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കോംപ്ലക്സ് പ്രൊഫൈലാണ്. ഇങ്ങനെ ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ തന്നിട്ടുണ്ടെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരും. എന്തിനാ ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത്? നമുക്ക് ഫ്ലോറിന് തിക്നെസ് കൊടുക്കണമെങ്കിൽ അത് ആവശ്യമാണ്. സോ 4/3 h/g-1 എന്ന് പറയുന്ന ഇക്വേഷനിലെ h എന്ന് പറയുന്നത് എന്താ? ഓർഡിനേറ്റ് ടു ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ അറ്റ് ദാറ്റ് പോയിന്റ്, അതാണ് h എന്ന് പറയുന്നത്. സോ ആ h കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വേണം. സോ കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചെയ്യുന്നത് ഇതാണ്. എങ്ങനെയാണോ ഓരോ പോയിന്റിലെയും പ്രഷർ ഡിഫറൻസ്, പ്രഷർ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ അകത്ത് കോസ്ലാസ് തിയറിയിൽ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ പ്രഷറിനെ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ് പറയുന്നത്. പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ എങ്ങനെയായിരുന്നു? നമുക്ക് ആ ഹെഡ് ഇൻ ടേംസ് ഓഫ് മീറ്റർ അല്ലായിരുന്നോ ലൈഫ് തിയറിയിൽ പറഞ്ഞത്? ഇൻ ടേംസ് ഓഫ് മീറ്റർ, അതായത് HL/, ഇങ്ങനെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പം ഇത്രയാണ് ടോട്ടൽ ഹെഡ് ലോസ്. ഇപ്പൊ 2.6 എന്നായിരുന്നില്ലേ നമ്മളുടെ ഹെഡ് ലോസ്? ഇപ്പൊ 2.6 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ പോയിന്റിലും എത്ര മീറ്റർ ഓഫ് വാട്ടർ ലോസ് ആയി, അല്ലെ? ഇപ്പൊ ഇവിടെ 1 മീറ്റർ ഹെഡ് ഓഫ് വാട്ടർ ലോസ് ആയി, അങ്ങനെയല്ലേ പറഞ്ഞേ? പക്ഷെ കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നത് പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ്. അതായത് ഇപ്പൊ ഈ 2.6%, ഈ ടോപ്പ് പോയിന്റ്, ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ അതിന്റെ അർത്ഥം? 100% വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ 100% ഓഫ് പ്രഷർ ഹെഡ് ഉണ്ട്. 2.6 എന്ന് പറഞ്ഞാൽ 2.6 ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 100% ഓഫ് ഹെഡ് അവിടെ ഉണ്ടെന്ന്. ഇനി ഈ ബോട്ടം സർഫസിലോട്ട് വരുമ്പോഴോ അത് 0 ആകും. അതായത് എന്താ? അവിടെ 0% ഉള്ളൂ. ഏതോ ഒരു പോയിന്റിൽ 50% ഓഫ് പ്രഷർ ഹെഡ് ആണുള്ളത്. ഓക്കെ, അങ്ങനെ കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ പ്രഷറിനെ പറയുന്നത് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് ഇപ്പം 80% അല്ലെങ്കിൽ 70% എന്നൊക്കെ ആണെങ്കിൽ എത്രയാണോ ഹെഡ് ലോസ്, ഇപ്പം 2.6 അല്ലേ ഇവിടെ ഹെഡ് ലോസ് ഉള്ളത്, അപ്പം ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് മീറ്ററിലോട്ട് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. അവിടുത്തെ ഹെഡ് ലോസ് എത്രയാണോ, ഇപ്പൊ 2.6 ആണ് ഹെഡ് ലോസ് എങ്കിൽ 2.6 ഇൻറ്റു 0.8, 2.6ന്റെ 0.8% ഹെഡ് ആണ് ഇവിടെ മിച്ചമുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള റെസിഡ്യുവൽ ഹെഡ് ആണ്. ഓക്കെ, പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത്. കൂടാതെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് റെസിഡ്യുവൽ ഹെഡ് ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, പ്രഷർ ഹെഡ് എത്രയാണോ അവിടെ റിമൈൻ ചെയ്യുന്നത്, ആ റെസിഡ്യുവൽ ഹെഡ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും അവസാനത്തേക്കുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ
കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആയിരിക്കും. ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ, അവിടെ ബാക്കിയുള്ള ഹെഡ്, ലോസ് ആയ ഹെഡ് അല്ല കിട്ടുന്നത്, ബാക്കി എത്രയാണോ അവിടെ ഉള്ളത്, ഇപ്പം അറ്റ് പ്രസന്റ് അതിൽ അവിടെ ആ പോയിന്റിൽ എത്രയാണോ ഹെഡ് ഉള്ളത് ആ ഹെഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ പെർസെൻറ്റേജിനെ നിങ്ങൾ ഹെഡിന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പം എത്രയായിരുന്നു അവിടെ ഹെഡ് ലോസ് ഉണ്ടായിരുന്നത്, ആ ഹെഡ് ലോസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഓക്കെ, ടോട്ടൽ ഹെഡ് ലോസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പൊ അവിടെ റെസിഡ്യൂവൽ ഹെഡ് ആയിട്ടുള്ളത്, അതായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. സോ ഇനി കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വെയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വെയർ ഉണ്ട്, ഈ വെയറിൽ കുറെ ഇന്റർമീഡിയറ്റും ഔട്ടർ പൈൽസും എല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ഔട്ടർ പ്രൊഫൈൽ ഉണ്ട്, ഇന്റർമീഡിയറ്റ് പ്രൊഫൈൽ ഉണ്ട്, പിന്നെ 2 ഔട്ടർ പൈൽസും ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഫൈൽസും ഉണ്ട്. കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കോംപ്ലക്സ് പ്രൊഫൈലിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് സിമ്പിൾ പ്രൊഫൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ കോംപ്ലക്സ് പ്രൊഫൈലിനെ നമ്മൾ സിമ്പിൾ പ്രൊഫൈൽ, നമ്പർ ഓഫ് സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുക, ഇതിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഇതിനെ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, അതിലെ സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വെയറിനെ ജസ്റ്റ് നെഗ്ലിജിബിൾ തിക്നെസ്, ഫ്ലോർ തിക്നെസ് ഉള്ള നെഗ്ലിജിബിൾ, ഇവിടെ ഫ്ലോറിനെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, നെഗ്ലിജിബിൾ ഫ്ലോർ തിക്നെസ് ഉള്ള ഓരോ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിന്റെ കേസിലാണെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട്, 3 പൈൽസ് ഉണ്ട്. 3 പൈൽസ് ഉണ്ടെങ്കിൽ 3 സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 3 എത്ര പൈൽ ഉണ്ടോ അത്രയും സിമ്പിൾ പ്രൊഫൈൽസ് ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വെയർ ഉണ്ട്. വെയറിനെ നമ്മൾ ജസ്റ്റ് അതിന്റെ വിത്തോ ഔട്ടർ ഒന്നും ഡിനോട്ട് ചെയ്തില്ല, ജസ്റ്റ് ഇവിടെ ഒരു വെയർ ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് പൈലാക്കി ഈ ഫസ്റ്റ് പൈലിനെ മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഔട്ടർ പൈല്, ഫസ്റ്റ് പൈൽ, ഇതിന്റെ പേര് ഞാൻ 1, 2, 3 എന്ന് കൊടുക്കുവാണെങ്കിൽ പൈൽ നമ്പർ 1 ഫസ്റ്റ് സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ബാക്കി 2 പൈലിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊഫൈലിനെ നമ്മൾ അതിലെ ഓരോ പോയിന്റിന്റെയും പ്രഷർ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കും. ഇനി രണ്ടാമത്തെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ, സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ പൈൽ നമ്പർ 2 മാത്രം എടുക്കും. അപ്പൊ എങ്ങനെ വരും, ഇതാണ് വേറെ, വെയറിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് അടുത്ത ഇന്റർമീഡിയറ്റ് പ്രൊഫൈൽ. ഇനി നെക്സ്റ്റ് പൈൽ നമ്പർ 3, പൈൽ നമ്പർ 3 മാത്രം കൺസിഡർ ചെയ്യും. ഇവിടെ വേറുണ്ട്, ഏറ്റവും പൈൽ നമ്പർ 3 മാത്രം വരയ്ക്കും. ഓക്കെ, ഇത് കുറച്ച് സ്റ്റെപ്പുകളായിട്ടാണ് ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലക്സ് പ്രൊഫൈലിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, എത്ര നമ്പർ ഓഫ് സ്പ്ലിറ്റിംഗ് വരും എന്നുള്ളത് ആ പൈൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓരോ പൈലിനെയും ഓരോ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ടാണ് എടുക്കുന്നത്. സോ അതാണ് കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു കോംപ്ലക്സ് പ്രൊഫൈലിനെ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സിമ്പിൾ പ്രൊഫൈലിനെയും സോൾവ് ചെയ്യുന്നു, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ ഓഫ് വെയർ, ഒരു വെയറിനെ കോംപ്ലക്സ് പ്രൊഫൈൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലക്സ് പ്രൊഫൈലിനെ നമ്മൾ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സിമ്പിൾ പ്രൊഫൈലിനെയും നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, കോംപ്ലക്സ് പ്രൊഫൈലിനെ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ഓരോ സിമ്പിൾ പ്രൊഫൈലിനെയാണ് എടുക്കുക. അപ്പൊ പൈൽ നമ്പർ 1 എടുത്തു. പൈൽ നമ്പർ 1 ഫസ്റ്റ് പൈൽ മാത്രം കൺസിഡർ ചെയ്യും. അങ്ങനെ എല്ലാ പൈലിനെയും കൺസിഡർ ചെയ്യും. ഇപ്പൊ ആദ്യമേ നിങ്ങൾ ഈ ഒരു പൈലിനെ മാത്രം കൺസിഡർ ചെയ്തു. പൈൽ നമ്പർ 1. ഓക്കെ. ഇനി ഏത് സിമ്പിൾ പ്രൊഫൈൽ എടുത്താലും 3 കീ പോയിന്റ് ആണ് ഉള്ളത്. ഓരോ വേർഡ്സ് ഓർത്തിരിക്കുക. സിമ്പിൾ പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താ, ഒരു പൈല് മാത്രം എടുത്തുകൊണ്ട് ബാക്കി പൈലുകളെ ഒന്നും കൺസിഡർ ചെയ്യാതെ വരയ്ക്കുന്ന ആ ഒരു പ്രൊഫൈലിനെയാണ് സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ആ സിമ്പിൾ പ്രൊഫൈലിൽ നിങ്ങൾക്ക് 3 കീ പോയിന്റ് ഉണ്ട്. കീ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പോയിന്റിലെയാണോ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് കീ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഏത് പോയിന്റിലാണോ നമ്മൾ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആ കീ പോയിന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഇത്, തേർഡ് പോയിന്റ് ഇത്. ഓക്കെ. ഏത് പ്രൊഫൈൽ എടുത്തോ അപ്പം നിങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പൈലിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ആ പൈലിന്റെ ബോട്ടത്തിലെ പോയിന്റ്, ആ പൈലിലെ എൻഡ് ചെയ്യുന്ന പോയിന്റ്, ഈ 3 പോയിന്റ്സ് ആണ് കീ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇ, ഡി ആൻഡ് സി എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഇ എന്നും പൈലിന്റെ ബോട്ടത്തിലെ പോയിന്റിനെ ഡി എന്നും പൈലിന്റെ എൻഡിലെ പോയിന്റിനെ സി എന്നും വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ പൈൽ നമ്പർ 1 ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ E1, D1, C1 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ് കീ പോയിന്റ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓരോ പൈലിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബോട്ടം പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ്, ഈ 3 പോയിന്റ്സ് ആണ് കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ കീ പോയിന്റ്സ് എന്ന് വെച്ചാൽ എന്താ, ആ പോയിന്റിലെ പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ തന്നാൽ ആ കോംപ്ലക്സ് പ്രൊഫൈലിനെ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സിമ്പിൾ പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താ, ഒരു പൈല് മാത്രം കൺസിഡർ ചെയ്ത് മറ്റേ പൈലിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന പ്രൊഫൈലിനെയാണ് സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ഓരോ സിമ്പിൾ പ്രൊഫൈലിലും 3 കീ പോയിന്റ്സ് ആണുള്ളത്. കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പോയിന്റ്സിലെ പ്രഷർ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ആ പോയിന്റിലെ മാത്രം പ്രഷർ ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രഷറിനെ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ, പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിനെ നമ്മൾ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അറ്റ് പോയിന്റ് E1, അറ്റ് കീ പോയിന്റ് E1 എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഫൈ E1. സോ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് അറ്റ് കീ പോയിന്റ് E1 ആണ് ഈ ഫൈ E1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫൈ D1 അങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഫൈ E1, ഫൈ D1, ഫൈ C1 ഇങ്ങനെയായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ E1, D1, C1 എന്ന് പറയുന്ന 3 പ്രഷർ വാല്യൂസ് കണ്ടുപിടിക്കും. എങ്ങനെ? മറ്റേ 2 പൈലിനെ കൺസിഡർ ചെയ്യാതെ, ഇവിടുത്തെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാതെ, ഒന്നും കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് ആ വെയറും പൈലും കൂടെ മാത്രം വരച്ചുകൊണ്ട് ഓരോ കീ പോയിന്റിന്റെയും ഉണ്ടാകുന്ന പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. കോസ്ലാസ് ചാർട്ട്. ഓക്കെ. കോസ്ലാസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ബ്ലൈക്സ് തിയറിയും ഈ കോസ്ലാസ് തിയറി യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് ഫ്ലോറിന്റെ ഒക്കെ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. സോ ഫൈ E1, ഫൈ D1, ഫൈ C1 ഈ 3 പ്രഷർ ഗ്രേഡിയന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. കോസ്ലാസ് ചാർട്ട് കാണിച്ചു തരാം. ഇതാണ് കോസ്ലാസ് ചാർട്ട്. ഓക്കെ. അപ്പൊ ഇതില് ഈ സ്മോൾ, ഈ ചെറിയ ഗ്രാഫ് കണ്ടോ, 2 ഗ്രാഫുകളായിട്ട് ഈ കോസ്ലാസ് ചാർട്ട് ഉണ്ട്. 2 ചാർട്ട് ഉണ്ട് കോസ്ലാസ് ചാർട്ടിന്, ഒരു വലിയ ചാർട്ടും ഒരു ചെറിയ ചാർട്ടും.
ഇനി ഈ കോസ്ലാസ് ചാർട്ടിൽ നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഇതില് നിങ്ങൾ ഈ ഫിഗർ മാത്രം നോക്കിയാൽ മതി. ഈ ഫിഗർ നോക്കി ഇതിൽ നിങ്ങൾക്ക് കാണാവോ? ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ ഇതിൽ എനിക്ക് ഫിഗർ ഉണ്ട്, 2, 3 കുറച്ച് ഫിഗർ ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഉണ്ടോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ, ആ ഫിഗർ ഈ ഗ്രാഫിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്ലേറ്റ് 11.5b എന്ന് പറയുന്ന ഗ്രാഫിന് വേണ്ടിയിട്ടുള്ള ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതില് ഈ ഫിഗറിൽ തന്നെ എല്ലാ നൊട്ടേഷൻസും ഉണ്ട്. ഈ ചാർട്ട് ഞാൻ ഇന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. നാളെ തൊട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ കാണിക്കുന്ന ഫിഗർ നോക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ഫിഗർ നോക്കുക, എന്നാലല്ലേ നിങ്ങൾക്ക് സൂം ചെയ്ത് ഓരോ വാല്യൂസ് ഏതാന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നാളെ തൊട്ട് ക്ലാസ്സിൽ വരുമ്പോൾ കയ്യില് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. പ്രിന്റ് ഔട്ട് ആരെങ്കിലും എടുക്കുവാണെങ്കിൽ നിങ്ങൾ A3 എടുക്കണം. ഓക്കെ, A4 എടുക്കരുത്, ജസ്റ്റ് A3 ഇതിന്റെ ഫിഗർ എടുക്കണം. പിന്നെ ഇനി അഥവാ ഫോണിലാണെങ്കിൽ ജസ്റ്റ് സൂം ചെയ്തൊക്കെ നോക്കാൻ വേണ്ടിട്ട് പറ്റും. അത് ക്ലാരിറ്റി ഉള്ളൊരു ഫിഗർ തന്നെ നോക്കി പഠിക്കുക. കാരണം ഇതിലെ എല്ലാ വാല്യൂസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പൈലിന്റെ ഡെപ്ത് D ആയിട്ടും B എന്നൊക്കെ കണ്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബീനെ ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ തന്നെ ഇക്വേഷൻ ഉണ്ട്. ഇതുണ്ടോ, 1/α = D/B. അതിൽ D എന്താണ് B എന്താണെന്നുള്ളതെല്ലാം ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാർട്ട് പ്രിന്റ് എടുക്കണം. ഓക്കെ. സോ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഓരോ കീ പോയിന്റ്സ് ഉണ്ട്. ആ കീ പോയിന്റ്സിലെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഫിഗറിൽ നിന്നാണ്. കീ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കുന്നത് ഈ കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. അതിലെ ഈ ചെറിയ ഫിഗറിൽ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ചെറിയ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഫിഗർ കാണിച്ചിരിക്കുന്നത് ഔട്ടർ പൈൽസിന് വേണ്ടിയിട്ടുള്ള ഫിഗർ ആണിത്. ഇപ്പൊ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലുള്ള പൈലിനും ഏറ്റവും എൻഡിൽ കൊടുക്കുന്ന പൈലിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ചാർട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന പൈലിനും എൻഡ് ചെയ്യുന്ന പൈലിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ഫൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഫൈ ഈ ചാർട്ടിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ഇപ്പൊ പറയാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഇനി പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് പൈലിലും ലാസ്റ്റ് പൈലിലും ഓരോ കീ പോയിന്റിലും ഉള്ള ഫൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ചാർട്ടിൽ നിന്നാണ്. ഇനി ഇന്റർമീഡിയറ്റ് പൈലാണെങ്കിൽ നമ്മൾ ഈ വലിയ ചാർട്ടിൽ നിന്നാണ് ഫൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫൈ ഇങ്ങനെയാണ് ഫിഗറിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്, ഓരോ ഫൈ വാല്യൂ എവിടുന്ന് എങ്ങനെ കിട്ടും എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ പൈൽ നമ്പർ 1 ഉണ്ട്. പൈൽ നമ്പർ 1 എന്ന് പറയുന്നത് ഏതായിരുന്നു? സ്റ്റാർട്ട് ചെയ്യുന്ന പൈലല്ലേ. അപ്പൊ ആ പൈൽ നമ്പർ 1 ഫൈ E1, ഫൈ D1, ഫൈ C1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫിഗറിൽ നിന്നായിരിക്കും. നമ്മൾ ആ ഫൈ E1, ഫൈ D1, ഫൈ C1 ഒക്കെ വാല്യൂ കണ്ടോ, 40, 50, 30, 20 ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വാല്യൂവിൽ നിന്ന് ഏതോ ഒരു വാല്യൂ 51 അല്ലെങ്കിൽ 41 അങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാർട്ടിൽ നിന്നാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, ഫൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം 5E1, 5D1, 5C1 എന്ന് പറയുന്ന കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും ഫയൽ നമ്പർ 1-ൽ നിന്ന്. അപ്പൊ ആദ്യമേ നമ്മൾ ഫയൽ നമ്പർ 1 മാത്രം കൺസിഡർ ചെയ്തു. ആ ഫയൽ നമ്പർ 1-ലെ ഓരോ കീ പോയിന്റ്സിലുള്ള പ്രഷറിന് കുറച്ച് വാല്യൂസ്, ഇപ്പം ചിലത് 80, ഇതിന് 70, ഇതിന് 60, ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടിയെന്ന് വിചാരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു അസംഷനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്തിട്ടില്ല, ഇതിന്റെ ഇപ്പുറത്തെ ഒരു പൈലും ശരിക്കും ഉള്ളത്, ആ പൈലിനെ ഒന്നും കൺസിഡർ ചെയ്യാതെയാണ് ഈ വാല്യൂസ് കണ്ടുപിടിച്ചത്. അപ്പൊ ആ വാല്യൂ കറക്റ്റ് ആണോ? അവിടെ അത് കറക്റ്റ് ആയിരിക്കില്ല. കാരണം നമ്മൾ പല അസംഷനും എടുത്തു. ഇവിടെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്തിട്ടില്ല, ഇവിടെ വല്ല സ്ലോപ്പ് ഉണ്ടെങ്കിൽ ആ സ്ലോപ്പിനെ കൺസിഡർ ചെയ്തിട്ടില്ല, പിന്നെ ഇപ്പുറത്ത് ശരിക്കും ഒരു പൈലുണ്ട്, ആ പൈലിനെ കൺസിഡർ ചെയ്തില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രൊഫൈൽ ആക്കി ആ സിമ്പിൾ പ്രൊഫൈലിന്റെ കീ പോയിന്റ്സിലെ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ അത് ശരിയല്ല. ആ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കില്ല, ആക്യുറേറ്റ് അല്ല. അപ്പം ഓരോ വാല്യൂവിനെയും നമുക്ക് കറക്ഷൻ കൊടുക്കണം. എല്ലാ കീ പോയിന്റിലും നമ്മൾ കറക്ഷൻ കൊടുക്കണം. ഓക്കെ, അതായത് 5E1 കറക്ഷൻ ആദ്യമേ കൊടുക്കണം. സോ പൈൽ നമ്പർ 1 എടുത്ത് 5E1, 5D1, 5C1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വാല്യൂസിനും കറക്ഷൻ. അപ്പൊ 5E1 കറക്ഷൻ ചെയ്യണം, 5D1 കറക്ഷൻ ചെയ്യണം, 5C1 കറക്ഷൻ ചെയ്യണം. അങ്ങനെ എല്ലാ വാല്യൂസിനും കറക്ഷൻ ചെയ്യണം. ഇനി എന്തൊക്കെ കറക്ഷൻ ആണ് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് 3 കറക്ഷൻ നമ്മൾ എല്ലാ പോയിന്റിലും അപ്ലൈ ചെയ്യണം. എല്ലാ കീ പോയിന്റ്സിന്റെ പ്രഷറിന്റെ വാല്യൂസിനും 3 കറക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തത് കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. കറക്ഷൻ ഫോർ, ഇത് എഴുതിയെടുക്കണം കേട്ടോ എൻ്റെ കൂടെ, കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്, അതാണ് ആദ്യത്തെ കറക്ഷൻ. അതായത് ഓരോ കീ പോയിന്റിനും 3 കറക്ഷൻ ചെയ്യാനുണ്ട്. അതില് ഒന്നാമത്തെ കറക്ഷൻ ആണ് കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. ഇനി ഈ കറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ആണ് CI എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കറക്ഷന്. ഇന്റർഫറൻസ് ആയതുകൊണ്ട് CI. കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ വാല്യൂ ആണ് CI is equal to 19 root D by B dash into റൂട്ടിന് പുറത്താണ് D plus D dash by B. ഓക്കെ, ഇതാണ് കറക്ഷന്റെ ഇക്വേഷൻ. കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ആണിത്. 19 റൂട്ട് D by B dash into D plus D dash by B. root D by B dash into D plus D dash by B. ഇനി ഇതിലെ ഓരോ ടേംസും എന്താന്ന് പറഞ്ഞുതരാം. D. സോ അത് ഫിഗറിൽ മാർക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഇതായിരുന്നു നിങ്ങളുടെ ഫിഗർ എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് 5 ഇത് E1 എന്ന് പറയുന്ന പോയിന്റ്, D1 എന്ന് പറയുന്ന പോയിന്റ്, C1 എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എല്ലാ പൈലിനും ഓരോ കീ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ ഞാൻ E2, D2, C2 എന്നും, സെക്കൻഡ് പൈൽ ആയതുകൊണ്ട് E2, D2, C2 എന്നും, ഇവിടെ E3, D3, C3 എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഈ ഫസ്റ്റ് പൈല് മാത്രം, പൈൽ നമ്പർ 1 മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ പൈൽ നമ്പർ 1-ല് E1-നും D1-നും C1-നും ഒക്കെ നമ്മൾ കറക്ഷൻ കൊടുക്കണം.
ഇനി ചില പോയിന്റ്സിൽ കറക്ഷൻ വേണ്ട, അത് ഏറ്റവും അവസാനം പറയാം ഏതൊക്കെ പോയിന്റ്സിലാണ് കറക്ഷൻ വേണ്ടാത്തെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പം ഇപ്പൊ ഞാൻ ഈ C1 ഓക്കെ അല്ലല്ലോ വേണ്ട, കറക്ഷൻ വേണ്ടാത്ത പോയിന്റ്സിനെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരക്കാം. ഈ പോയിന്റ്സിലൊന്നും കറക്ഷൻ വേണ്ട. ഓക്കെ, അതായത് ഈ ഔട്ടർ സൈഡിൽ കൂടെ പോകുന്ന ഒറ്റ പോയിന്റിനും കറക്ഷൻ വേണ്ട, ഉള്ളിലൂടെ പോകുന്നതിന് മാത്രം കറക്ഷൻ മതി. E1നും ഏറ്റവും ബോട്ടത്തിലുള്ള ഒന്നിനും കറക്ഷൻ വേണ്ട, E1നും C3ക്കും കറക്ഷൻ വേണ്ട. ഓക്കെ, ഇങ്ങനെയാണ്. ബാക്കി പോയിന്റ്സിന് മാത്രം ശരിക്കും കറക്ഷൻ കൊടുത്താൽ മതി. C1, E2, C2, E3 ഈ ഇപ്പൊ 3 എണ്ണമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിന് മാത്രം കറക്ഷൻ കൊടുത്താൽ മതി. സോ അപ്പൊ E1ന് നമുക്ക് കറക്ഷൻ അതങ്ങനെയാണ്, എല്ലാ കേസിലും അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ E1ന്റെ കേസ് പറയുമ്പോഴത്തേക്കും 100% തന്നെയായിരിക്കും E1 എന്ന് പറയുന്നത്. അതായത് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഹെഡ് മുഴുവനും എത്രയുണ്ടോ ആ അത്രയും വാല്യൂ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അതിന് ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട്, അത് ഏറ്റവും അവസാനം പറയാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ മുഴുവനോടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ കുറച്ച് പോയിന്റ്സിനൊന്നും കറക്ഷൻ വേണ്ട എന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞു ഇപ്പം 5 E1, D1, C1 അങ്ങനെ എല്ലാ പോയിന്റ്സിനും കറക്ഷൻ വേണം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കും. ഇപ്പൊ ഞാൻ ഇവിടെ C1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക, ഇതിനാണ് ഞാൻ കറക്ഷൻ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. കാരണം E1നും D1നും കറക്ഷൻ വേണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് C1 ആണ്. C1ന് കറക്ഷൻ 3 കറക്ഷൻ ചെയ്യണം. ഏതൊക്കെ കറക്ഷനാ? മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ കറക്ഷൻ, ഇനി രണ്ടാമത് വരുന്നതാണ് തിക്നെസിന്റെ കറക്ഷൻ, മൂന്നാമത് സ്ലോപ്പിന്റെ കറക്ഷൻ. അതിലെ ഒന്നാമത്തെ കറക്ഷൻ ആണ് മ്യൂച്വൽ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് എന്ന് പറയുമ്പം C1ന്റെ 5C1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടി എന്ന് വിചാരിച്ചു. 70% നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടി എന്ന് വിചാരിക്കുക. ആൽഫിൻ, ആൽഫിൻ, Pilih mana orang lebih ആൽഫിൻ, ഓക്കെ. 5C1 എന്ന് പറയുന്നത് 70% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 5C1 നമ്മൾ 3 കറക്ഷൻ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കറക്ഷൻ ആണ് പറയുന്നത് കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. അതില് ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് 19√D/B' × D+D'/B എന്ന് പറയുന്നത്. അതില് ക്യാപിറ്റൽ D എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ D എന്താന്ന് വെച്ചാൽ ഏത് പോയിന്റിലാണോ നമുക്ക് കറക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് തൊട്ട്, ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ അതിന് മുന്നേ പറയണം. ഓരോ പോയിന്റിലും കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം 5C1 എന്ന് വിചാരിക്കുക. 5C1ന് പൈൽ നമ്പർ 2 കാരണമാണ് ഇന്റർഫറൻസിന്റെ കറക്ഷൻ വരുന്നത്. ഓക്കെ, C1 എന്ന് പറയുന്ന പോയിന്റിന് പൈൽ നമ്പർ 2 കാരണമാണ് ഇന്റർഫറൻസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറക്ഷൻ കൊടുക്കുന്നത്. E1 നോക്കിക്കേ, E1ന്റെ ഇപ്പുറത്ത് വേറെ പൈലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് E1ല് കറക്ഷൻ വേണ്ടാത്തത്. ഓക്കെ, ഇനി D1നെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ D1 ഒരിക്കലും നമ്മൾ ഈ D1, D2, D3 എന്ന് പറയുന്ന ഏറ്റവും ബോട്ടത്തിലെ പോയിന്റ് ആയതുകൊണ്ട് ഒന്നിന് നമ്മൾ കറക്ഷൻ കൊടുക്കാറില്ല. C1നെ വെച്ച് C1ന് നോക്കുമ്പോൾ C1ന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന പൈൽ നമ്പർ 2 ആണ്. സോ C1 എന്ന് പറയുന്ന പോയിന്റിന് പൈൽ നമ്പർ 2 കാരണമാണ് കറക്ഷൻ ഉണ്ടാകുന്നത്. ഇനി E2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തെന്ന് വിചാരിച്ചു. ഈ E2 എന്ന് പറയുന്ന പോയിന്റിന് ഏത് പൈൽ കാരണമായിരിക്കും ഉണ്ടാവുക? പൈൽ നമ്പർ 1 കാരണമായിരിക്കും കറക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, മ്യൂച്വൽ ഇന്റർഫറൻസ് ഉണ്ടാവുന്നത് പൈൽ നമ്പർ 1 കാരണമായിരിക്കും. ഇനി C2നെ കൺസിഡർ ചെയ്താൽ പൈൽ നമ്പർ 3 കാരണമാണ് അവിടെ ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്. സോ D എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ
ഏത് പോയിന്റിലെ ആണോ ഇന്റർഫറൻസ് കണ്ടുപിടിക്കേണ്ടത്, മ്യൂച്വൽ ഇന്റർഫറൻസ് കണ്ടുപിടിക്കേണ്ടത്, അതായത് C1 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടായത് അതിന്റെ ബോട്ടം വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ്, ഈ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് ഡി C1ന്റെ കേസിൽ. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഇത് ഇച്ചിരി നീട്ടം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. C2 പറയുവാണെങ്കിൽ C2ല് ഡി എന്ന് പറയുന്നത്, C2നെ വെച്ച് നോക്കുമ്പോൾ C2ൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡി എന്ന് വെച്ചാൽ C2 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടായത് അതിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വെർട്ടിക്കൽ ഡി എന്താന്ന് എഴുതിക്കും, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ point of interference and bottom of the pile due to which interference is caused. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഏറ്റവും അവസാനം എല്ലാം കൂടെ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ക്ലിയർ ആകും. ഇപ്പൊ ഞാൻ ഓരോന്ന് പറയുമ്പോഴത്തേക്കും അത് ക്ലിയർ ആക്കി പോവുക. ഏറ്റവും അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇതാണ് ഡി എന്ന് പറയുന്നത്. ഡി എന്താന്ന് ആദ്യം എഴുതിയെടുക്കുക. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് ഇന്റർഫറൻസ് ആൻഡ് ബോട്ടം ഓഫ് ദ പൈൽ ഡ്യൂ ടു വിച്ച് ഇന്റർഫറൻസ് ഇസ് കോസ്ഡ്. അതായത് C1ന്റെ കറക്ഷൻ ഫോർ ഇന്റർഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ C1 എന്ന് പറയുന്ന പോയിന്റ് ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടായത് ആ പൈലിന്റെ ബോട്ടവും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡി എന്ന് പറയുന്നത്. ഇനി ഡി ഡാഷ് ഉണ്ട്. ഡി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ point of interference and bottom of pile where interference is caused. അതായത് ഈ C1 പറയുവാണെങ്കിൽ C1 തൊട്ട് അതിന്റെ നേരെ ആ പൈലിന്റെ തന്നെ ഏത് പൈലിലാണോ നമ്മളിപ്പോ ഇന്റർഫറൻസിന്റെ കറക്ഷൻ ചെയ്യുന്നത് ആ പൈലിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർഫറൻസ് ഉണ്ടാകുന്ന പോയിന്റ് ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടായത് ആ പൈലിന്റെ ബോട്ടവും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഡി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് ഇന്റർഫറൻസും ഏത് പൈലിലാണോ ഇന്റർഫറൻസ് ഉണ്ടായത് അതിന്റെ ബോട്ടം തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഡി ഡാഷ്. ഇനി ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് between the piles അതായത് ഇവിടെ C1 ആണെങ്കിൽ C1ലെ ഏത് പൈല് കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്, പൈൽ നമ്പർ 2. അപ്പൊ പൈൽ നമ്പർ 1ഉം പൈൽ നമ്പർ 2ഉം തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ബി ഡാഷ് എന്ന് പറയുന്നത്. ഇനി C2 ആണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കുക. C2ലെ ഏത് കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്, പൈൽ നമ്പർ 3 കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഏത് ബി ഡാഷ് എന്ന് പറയുന്നത് ഏതായിരിക്കും, പൈൽ നമ്പർ 2ഉം പൈൽ നമ്പർ 3യും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും ബി ഡാഷ് എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോർ ലെങ്ത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കറക്ഷൻ. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തേ, ഫസ്റ്റ്
ഒരു കോംപ്ലക്സ് പ്രൊഫൈലിനെ സ്മോൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിമ്പിൾ പ്രൊഫൈൽ എടുത്തു. ഫസ്റ്റ് സിമ്പിൾ പ്രൊഫൈലിൽ 3 കീ പോയിന്റ്സിന്റെയും വാല്യൂ കോസ്ലാസ് ചാർട്ട് വഴി കണ്ടുപിടിച്ചു. ഇനി കീ പോയിന്റിനെല്ലാം നമ്മൾ കറക്ഷൻ കൊടുക്കണം. 3 കറക്ഷൻ കൊടുക്കാനുണ്ട്. അതിലെ ഒന്നാമത്തെ കറക്ഷൻ പറഞ്ഞു, കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ഇതിലെ വാല്യൂ ഡിയും ബി ഡാഷും ക്യാപിറ്റൽ ഡിയും ഡി ഡാഷും എല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഇപ്പം 2 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. അത് ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് തന്നെയാണ്. 2% എന്ന് കിട്ടി. കറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവും ആകാം. ഓക്കെ, കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി ഇപ്പൊ C1-ലെല്ലാം C1, C2, C3 എന്നൊക്കെ പറയുന്ന ആ പോയിന്റ്സിലെല്ലാം പോസിറ്റീവ് ആയിരിക്കും കറക്ഷൻ. ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും കറക്ഷൻ. അതായത് ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുക. ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുക. ഈ ഇങ്ങനെ ആയിരിക്കില്ലേ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുക. ഫയലിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, കീ പോയിന്റ് എന്ന് പറയുന്നത് ഫയലിന്റെ ഫ്രണ്ടിലാണ് ഉള്ളതെങ്കിൽ, ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ആണോ ബാക്ക് ആണോ എന്ന് മനസ്സിലാവില്ലേ. അപ്പൊ ഫയലിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇത് നോക്കി C1 എന്ന് പറയുന്നത് ഫയലിന്റെ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്. സോ മുമ്പോട്ട് ആ C1 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവും, ബാക്കിലാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുക. ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കിയതിന് ശേഷം ഫയലിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ കീ പോയിന്റ് നോക്കുക. ഫ്രണ്ടിലാണെങ്കിൽ പോസിറ്റീവ് കറക്ഷനും ബാക്കിലാണെങ്കിൽ നെഗറ്റീവ് കറക്ഷനും ആണ് കൊടുക്കേണ്ടത്. സോ ഇപ്പൊ ഈ 2-ലെ കറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. C2-ല് പോസിറ്റീവ്. E3-ല് നെഗറ്റീവ് ആയിരിക്കും കറക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് കറക്ഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് കറക്ഷൻ അപ്പൊ പറഞ്ഞു. ഇനി സെക്കൻഡ് കറക്ഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് കറക്ഷൻ കറക്ഷൻ ഫോർ തിക്നെസ്. കറക്ഷൻ ഫോർ തിക്നെസ്. സോ ഈ തിക്നെസിന്റെ കറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂന്ന് പൈൽസ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് 3 കീ പോയിന്റ്സ് ഉണ്ട്, E1, D1, C1. E2 ഇങ്ങനെ എല്ലാ വാല്യൂസും ഉണ്ട്. E2, D2, C2, E3, D3, C3 ഇങ്ങനെയാണ് വാല്യൂസ് ഇരിക്കുന്നത്. സോ തിക്നെസിന്റെ കറക്ഷൻ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലോറുമായിട്ട് ചേർന്ന് കിടക്കുന്ന കീ പോയിന്റ്സിലാണ് ഒന്ന് കറക്ഷൻ ഫോർ തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ C1, C2, E2, E3 ഈ പോയിന്റ്സിനാണ് കറക്ഷൻ ഫോർ തിക്നെസ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇതിൽ ഇക്വേഷൻ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം C1-ന് കറക്ഷൻ 5C1-ന്റെ കറക്ഷൻ ഫോർ തിക്നെസിന്റെ ഇക്വേഷൻ എടുക്കേണ്ടത്, കറക്ഷൻ ഫോർ തിക്നെസ് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കണം. ഫ്ലോയുടെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, C1-ന്റെ കറക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5D1. D1-ൽ നിന്ന് C1-ലേക്കല്ലേ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ആ പൈല് മാത്രം എടുത്താൽ മതി. C1 എന്ന് പറയുന്ന പോയിന്റിന്റെ പൈല് മാത്രം കൺസിഡർ ചെയ്യുക. ഈ പൈല് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ C1-ൽ ആ പൈലിന്റെ ഫ്ലോ നിൽക്കുക. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് D1-ലാണ്. ഇക്വേഷൻ രൂപീകരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. 5D1 മൈനസ് 5C1. ഓക്കെ, അപ്പം എവിടുന്നാ വരുന്നത്? D1-ൽ നിന്ന്. അപ്പൊ D1 മൈനസ് C1 ബൈ D ഇൻറ്റു T. ഇതാണ് ഇക്വേഷൻ. C1-ന്റെ കറക്ഷന്റെ ഇക്വേഷൻ ആണിത്. 5D1 മൈനസ് 5C1 ബൈ D ഇൻറ്റു T. 5D1 ഉം 5C1 ഉം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ 5D1 മൈനസ് 5C1 ബൈ D ഇൻറ്റു T. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1 എന്ന് പറയുന്ന പോയിന്റ് ഏത് പൈലിലാണോ ഇരിക്കുന്നത് ആ പൈലിന്റെ ഡെപ്ത് ആണ്
ഡി എന്ന് പറയുന്നത്. ഇനി ടി എന്ന് പറയുന്നത് ഫ്ലോറിന്റെ തിക്നെസ് എത്രയാണോ അതാണ് ടി എന്ന് പറയുന്നത്. ഡി ഡെപ്ത് ഓഫ് പൈൽ ആൻഡ് ടി thickness of floor. Thickness of floor. Okay. ഇനി അടുത്തത് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. E2 ആണ് കറക്ഷൻ ഞാൻ എഴുതുന്നതെന്ന് വിചാരിച്ചു. ഈ 5E2 കറക്ഷൻ ഫോർ തിക്നെസ് നമ്മൾ കൊടുക്കുകയാണ്. 5E2 കറക്ഷൻ ഫോർ തിക്നെസ് കൊടുക്കുകയാണ്. അപ്പൊ ഏത് പൈല് മാത്രം എടുക്കണം? ഈ പൈല് മാത്രം എടുക്കുക. ഇക്വേഷൻ എഴുതേണ്ടത് എവിടുന്ന? എങ്ങനെയാണ് ഫ്ലോ പോകുന്നത് നോക്കുക. ഫ്ലോ എങ്ങനെയാ പോകുന്നത്? E2 നിന്ന് D2 പോകുന്നത്. സോ എങ്ങനെ എഴുതണം? 5E2 മൈനസ് അടുത്ത E2 നിന്ന് D2 അപ്പൊ 5E2 മൈനസ് 5D2 ബൈ D ഇൻറ്റു T. ഓക്കെ. C2 ആയിരുന്നെങ്കിലോ? ഇനി 5C2 കറക്ഷൻ ഫോർ തിക്നെസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുക C2 എന്ന് പറയുന്നത് ഈ ഒരു പൈല് മാത്രം എടുക്കുക. അപ്പൊ എവിടുന്ന വെള്ളം വരുന്നേ? D2 നിന്ന്. സോ 5D2 മൈനസ് 5C2 ബൈ D ഇൻറ്റു T. എന്തോ ഒരു രണ്ടെണ്ണം മൈനസ് ചെയ്യണം. ബൈ D ഇൻറ്റു T കറക്ഷൻ അവിടെ തന്നെ സെയിം തന്നെ ആയിട്ട് കിടക്കും. ആ വാല്യൂസ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പൈല് മാത്രം എടുക്കുക. ആ ഫ്ലോയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഈക്വേഷനെ രൂപീകരിച്ചാൽ മതി. E2 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ E2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 5E2 മൈനസ് 5D2 വരും. C2 ആണെങ്കിൽ 5D2 മൈനസ് 5C2 വരും. ഇപ്പൊ E3 ആയിരുന്നെങ്കിൽ എങ്ങനെയാ വരുക? E3 കറക്ഷൻ എങ്ങനെയാ വരുന്നത്? 5E3 മൈനസ് 5D3 ബൈ D ഇൻറ്റു T എന്ന് വന്നേനെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴും ഒരു 2% എന്നോ 3% എന്നോ ഒക്കെ കിട്ടും. അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? E2 ആണെങ്കിൽ എന്താ? പൈലിന്റെ ബാക്കാ. അതുകൊണ്ട് 5E2 ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. C2 ആണെങ്കിലോ 5C2 ആവുന്നതുകൊണ്ട് അത് പോസിറ്റീവും ആയിരിക്കും. ഫ്ലോയുടെ ഡയറക്ഷന് ഫ്ലോ ഡയറക്ഷൻ വെച്ചിട്ട് ഫ്രണ്ട് ആണോ ബാക്ക് ആണോ എന്ന് പറയുക. പൈലിന്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നതെങ്കിൽ പോസിറ്റീവും ബാക്കിലാണ് കിടക്കുന്നതെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. അതാണ് കറക്ഷൻ നമ്പർ 2, കറക്ഷൻ ഫോർ തിക്നെസ്. ഇനി ലാസ്റ്റ് കറക്ഷൻ ആണ് കറക്ഷൻ ഫോർ സ്ലോപ്പ്. Third correction for slope. Correction for slope. സ്ലോപ്പിന്റെ കറക്ഷൻ ചെയ്യേണ്ടത് എപ്പം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പിന്റെ കറക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഫൈല് തന്നിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ വെയറിന്റെ പൊസിഷനിങ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു പൈലുണ്ട്, ഇവിടെ ഒരു പൈലുണ്ട്, ഇവിടെ ഒരു പൈലുണ്ട്, ഇവിടെ ഒരു പൈലുണ്ട്. ഈ പൈലിനെല്ലാം ഞാൻ കീ പോയിന്റ്സും കൊടുക്കുവാണ്. E1, D1, C1, E2, D2, C2, E3, D3, C3, E4, D4, C4. ഓക്കെ, ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രൊഫൈൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ സ്ലോപ്പിന്റെ കറക്ഷൻ ഏതൊക്കെ കീ പോയിന്റ്സിൽ കൊടുത്താൽ മതി എന്നുള്ളത് അറിയണം. സ്ലോപ്പിന്റെ കറക്ഷൻ കൊടുക്കേണ്ട കീ പോയിന്റ്സ് എവിടെയാന്ന് വെച്ചാൽ ഏത് കീ പോയിന്റിലാണോ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുവോ എൻഡ് ചെയ്യുവോ ചെയ്യുന്നത് ആ കീ പോയിന്റിൽ മാത്രം കറക്ഷൻ ഫോർ സ്ലോപ്പ് കൊടുത്താൽ മതി. ഏതൊക്കെ കീ പോയിന്റിലാണോ ഒരു സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നത് അവിടെ മാത്രം സ്ലോപ്പിന് കറക്ഷൻ കൊടുത്താൽ മതി. സോ ഈ ഒരു കേസ് നോക്കുക. E1 സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല, അത് വേണ്ട. ഒരിക്കലും ഈ D1, D2, D3
D4 ഈ ഒരു പോയിന്റ്സിൽ ഒരു കറക്ഷൻ നമ്മൾ ചെയ്യാറില്ല. ഇനി C1 നോക്കിക്കേ. C1 എന്ന് പറയുന്ന കീ പോയിന്റിൽ നിന്ന് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് C1ലും കറക്ഷൻ വേണ്ട. E2 എന്ന് പറയുന്നതോ E2വിലേക്ക് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയല്ലേ വരുന്നത്. അപ്പൊ E2വിലും കറക്ഷൻ വേണ്ട. C2 നോക്കിക്കേ. C2 എന്ന് പറയുന്ന പോയിന്റ്, C2 എന്ന് പറയുന്ന കീ പോയിന്റിൽ നിന്നാണ് ഈ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ C2വില് കറക്ഷൻ വേണം. ഇനി E3 നോക്കിക്കേ. E3യില് കറക്ഷൻ വേണോ? അവിടെയും സ്ലോപ്പ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുവോ എൻഡ് ചെയ്യുവോ ചെയ്യുന്നില്ല. അതുകൊണ്ട് E3യിലും കറക്ഷൻ വേണ്ട. പക്ഷെ C3 നോക്കിക്കേ. C3യിൽ നിന്നാണ് ഈ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് C3യില് കറക്ഷൻ വേണം. E4 നോക്കി. ഇവിടെ E4ലാണ് വന്നിട്ട് ഈ സ്ലോപ്പ് എൻഡ് ചെയ്യുന്നത്. E4 എന്ന് പറയുന്ന കീ പോയിന്റിലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ സ്ലോപ്പിന് കറക്ഷൻ വേണം. C4ല് കറക്ഷൻ വേണ്ട. ഇങ്ങനെയാണ് സ്ലോപ്പിന് ഏതൊക്കെ കീ പോയിന്റ്സിൽ, ചില കീ പോയിന്റ്സിൽ മാത്രം കറക്ഷൻ കൊടുത്താൽ മതി. ആ കറക്ഷൻ കൊടുക്കുന്ന പോയിന്റ്സ് ഏതാന്ന് വെച്ചാൽ ഏതെങ്കിലും കീ പോയിന്റിൽ നിന്ന് ഒരു സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ കീ പോയിന്റ്സിൽ കറക്ഷൻ ഫോർ സ്ലോപ്പ് കൊടുത്താൽ മതി. ഇനി അതിന്റെ ഇക്വേഷൻ, കറക്ഷൻ ഫോർ സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ CS, correction for slope, is equal to correction factor into horizontal ordinate of slope divided by distance between the piles in which slope is present. Okay. കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഓരോ സ്ലോപ്പിനെയും വെച്ച് മാറുന്നതാണ്. അത് നിങ്ങൾക്ക് ഞാനൊരു ചാർട്ട് തരാം. ആ ചാർട്ടില് കറക്ഷൻ ഫാക്ടറിന്റെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ഇപ്പൊ 1:4 എന്ന് പറയുന്ന സ്ലോപ്പിന് എത്രയാണോ കറക്ഷൻ ഫാക്ടർ അതായിരിക്കും ആ വാല്യൂ. അത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരു ചാർട്ടാണ്. ആ ചാർട്ടിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്ഷൻ ഫാക്ടർ എടുക്കാം. സ്ലോപ്പിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ 1:4 നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്ഷൻ ഫാക്ടർ എത്രയാണെന്ന് നോക്കുക, അതായിരിക്കും. ഇനി ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ്. ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് സ്ലോപ്പാണ്, ഇപ്പൊ ഈ ഒരു സ്ലോപ്പാണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഒരു സ്ലോപ്പാണ്. ഇപ്പൊ C3ക്കാണ് നമ്മൾ C3യുടെ കറക്ഷൻ എടുക്കുമ്പോൾ C3ക്ക് സ്ലോപ്പിന് കറക്ഷൻ കൊടുക്കണം, വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, സ്ലോപ്പിന്റെ ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് എത്രയാണോ അതായിരിക്കും ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൈൽ ഇൻ വിച്ച് സ്ലോപ്പ് ഈസ് പ്രസന്റ് എന്ന് വെച്ചാൽ ഇപ്പം പൈൽ നമ്പർ 3യും പൈൽ നമ്പർ 4നും ഇടയ്ക്കല്ലേ ഈ സ്ലോപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് പൈൽ നമ്പർ 3യും പൈൽ നമ്പർ 4ഉം തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൈൽ ഇൻ വിച്ച് സ്ലോപ്പ് ഈസ് പ്രസന്റ് എന്ന് പറയുന്നത്. ഈ കേസ് പറയുമ്പോൾ അത് രണ്ടും സെയിം ആണ്. പക്ഷെ ഈ കേസ് നോക്കിക്കേ, C2ന് കറക്ഷൻ കൊടുക്കണം. C2വില് കറക്ഷൻ ഫോർ സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ സ്ലോപ്പിനെ നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നതാണ്. അതാണ് ഹൊറിസോണ്ടൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലോപ്പ്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൈൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഈസ് പ്രസന്റ് എന്ന് വെച്ചാൽ ഏതാ, പൈൽ നമ്പർ 2ഉം പൈൽ നമ്പർ 3യും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൈൽ ഇൻ വിച്ച് സ്ലോപ്പ് ഈസ് പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ.
അതില് സ്ലോപ്പിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ അപ്വേർഡ് സ്ലോപ്പ് ആണെങ്കിൽ നെഗറ്റീവും ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഈ കേസിൽ ഇപ്പൊ 5C2 വെച്ച് നോക്കുമ്പോൾ മുകളിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ 5C2 കറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം ഈ സോൾവ് ചെയ്ത് കിട്ടിയ വാല്യൂ 2 ആണെന്ന് വിചാരിച്ചോ. 2 ആണെങ്കിൽ അത് -2 എന്നായിരിക്കും വരുന്നത്. സോ ഇതൊരു അവൈലബിൾ ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു പ്രോബ്ലം തന്നേക്കാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ വെയർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഇതിലെ ഓരോ പോയിന്റ്സ്, കീ പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. E1, D1, C1, E2 എവിടെയൊക്കെയാണോ പൈലുള്ളത് E2, D2, C2 എവിടെയൊക്കെയാണോ പൈലുള്ളത് അവിടെയൊക്കെ കീ പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. E3, D3, C3. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ചാൽ ഇതിലെ ഓരോ പോയിന്റ്സിലെയും ഹെഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, E1, D1, C1 ഇങ്ങനെ ഓരോ പോയിന്റ്സ്, അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ സ്ഥലത്തെയും ഈ ഒരു കേസ് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കുമല്ലോ. എല്ലാ പൈലിന്റെയും ബോട്ടത്തിലേക്ക് വരും, ഇങ്ങനെയായിരിക്കും ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരിക. അപ്പൊ ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂസ് എല്ലാം നമുക്ക് വേണം, വേണ്ടേ? ഇവിടുന്ന് ഇവിടം വരെയുള്ള വാല്യൂ അതെല്ലാം നമുക്ക് വേണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ബ്ലൈക്സ് തിയറി എന്ന് പറയുന്ന അത്രയും ആക്യുറേറ്റ് അല്ല, ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. സോ ഇവിടുത്തെ എല്ലാം ഹെഡ് വേണം. അപ്പൊ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ E1 എപ്പോഴും 100% ആയിരിക്കും ഹെഡ് എന്ന് പറയുന്നത്. E1 പറയുമ്പോൾ 100%. C3 ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പൊ C3 പറയുമ്പോൾ അവിടെ എപ്പോഴും 0% ആയിരിക്കും. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് മുഴുവനും ഉണ്ടാവും, അതുപോലെ എൻഡ് ചെയ്യുമ്പോൾ ഹെഡ് മുഴുവൻ ലോസ് ആയി പോകും. സോ നമ്മൾ ആദ്യമേ തന്നെ ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി നമ്മളുടെ എയിം എന്താന്ന് വെച്ചാൽ ഈ 100 0 ആണെന്നറിയാം. ബാക്കി D1, C1, E2, D2, C2, E3, D3 ഈ പോയിന്റിലെ ഒന്നും പ്രഷർ അറിയില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ ഒരു കോംപ്ലക്സ് പ്രൊഫൈലിനെ സ്മോൾ സ്മോൾ പ്രൊഫൈൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാ ഇത് ഇരിക്കുക? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് പൈൽ നമ്പർ 1,
ഫയൽ നമ്പർ 1 എന്ന് പറയുന്നത് ഈ കാണുന്നത്, ഇത് 1 2 3 ആണെന്ന് വിചാരിക്കുക. ഫയൽ നമ്പർ 1നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നതും ഈ ഒരു രീതിയിലായിരിക്കും. വേറുണ്ട്, ആ വേറിനെ ജസ്റ്റ് ഡിനോട്ട് ചെയ്യും. ഇവിടെയുള്ള സ്ലോപ്പ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല, ജസ്റ്റ് ആ സ്റ്റാർട്ടിലെ ഫയൽ മാത്രം വയ്ക്കും. ഇതാണ് ഫസ്റ്റ് സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇവിടെയുള്ള കീ പോയിന്റ്സ് E1 D1 C1 എന്ന് പറയുന്ന ഈ 3 കീ പോയിന്റ്സ് ഉണ്ട്. ഈ 3 കീ പോയിന്റ്സിന്റെയും 5 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്യും. ഈ കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, ഈ കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫയൽ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ചെറിയ ചാർട്ടില്ലേ, ആ ചെറിയ ചാർട്ട് യൂസ് ചെയ്തിട്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. 5E1 5D1 5C1 എന്ന് പറയുന്ന ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 100%. അത് എവിടെ നോക്കാതെ തന്നെ നമുക്കറിയാം 100% ആണ്. 5D1 എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 80 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു, 85%. 5C1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 80% എന്നും കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, അത് ഞാൻ പറഞ്ഞു തരാം. ഈ ചാർട്ട് യൂസ് ചെയ്തിട്ട്, ഈ ഒരു സ്മോൾ ചാർട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഫയൽ നമ്പർ 1ലെ കീ പോയിന്റ്സിന്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 5E1നും 5D1നും കറക്ഷൻ കൊടുക്കണ്ട. 5E1നും 5D1നും കറക്ഷൻ കൊടുക്കണ്ട. ഏതിന് കറക്ഷൻ കൊടുക്കണ്ടേ? 5C1ന് മാത്രം കറക്ഷൻ കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ 5D1ന് കറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. 5D1 കറക്ഷൻ കൊടുക്കുക. 5C1ന് അതായത് E1നും D1നും കറക്ഷൻ വേണ്ട, C1ന് മാത്രം മതി. കാരണം E1ല് 100%, അവിടെ ഇനി കറക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. ബോട്ടം ഏത് ഫയലിന്റെ ബോട്ടം വന്നാലും അവിടെ ഒന്നും നമ്മൾ കറക്ഷൻ ചെയ്യുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇന്റർഫറൻസ് കാരണം അവിടെ പ്രോബ്ലം ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്നെസ് അവിടെ വരുന്നില്ല, സ്ലോപ്പും വരുന്നില്ല. അതുകൊണ്ട് D1ൽ നമ്മൾ ഒരിക്കലും കറക്ഷൻ കൊടുക്കാറില്ല. D1ന് മാത്രമല്ല, D കൂട്ടി വരുന്ന ഒരു കീ പോയിന്റിനും നമ്മൾ കറക്ഷൻ കൊടുക്കില്ല. പിന്നെ ഏതിന് മാത്രമേ കൊടുക്കണ്ടൂ? C1ന് മാത്രം. ഫയൽ നമ്പർ 1 പറയുമ്പോൾ അതില് E1നും D1നും വേണ്ട, C1ന് മാത്രം കറക്ഷൻ കൊടുക്കുക. ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം? C1ന് ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. C1ല് ഫയൽ നമ്പർ 2 കാരണം ഇന്റർഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം C1ന് ഇന്റർഫറൻസിന്റെ കറക്ഷൻ കൊടുക്കണം. രണ്ടാമത് C1 എന്ന് പറയുന്നത് ഫ്ലോറുമായി ചേർന്ന് കിടക്കുന്ന പോയിന്റ് ആണ്, അതുകൊണ്ട് തിക്നെസ്സിന് കറക്ഷൻ കൊടുക്കണം. മൂന്നാമത്തെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ആണ്. സ്ലോപ്പിന് കറക്ഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടുന്ന് ഒരു സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് C1ന് സ്ലോപ്പിന്റെ കറക്ഷൻ വേണ്ട. സോ C1ല് ഏതൊക്കെ കറക്ഷനാ കൊടുക്കണ്ടേ? കറക്ഷൻ ഫോർ ഇന്റർഫറൻസും കറക്ഷൻ ഫോർ തിക്നെസ്സും ആണ് കൊടുക്കേണ്ടത്. അപ്പൊ കറക്ഷൻ ഫോർ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ എടുക്കുക. 19√D/B' × D+D'/B. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെ? C1 എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുത്തേക്കുന്നത്. C1 എന്ന് പറയുന്ന പോയിന്റില് ഇതാണ് ഇക്വേഷൻ. അതില് ഇനി D എന്താണ്, B എന്താണെന്നുള്ളതൊക്കെ പറയാം. ഫസ്റ്റ് നമ്മൾ ഇന്റർഫറൻസിന്റെ കറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. D എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോയിന്റിലാണ് ഇന്റർഫറൻസ് കണ്ടുപിടിക്കുന്നത്? C1 എന്ന് പറയുന്ന പോയിന്റില്. C1 എന്ന് പറയുന്ന പോയിന്റിൽ ഏത് ഫയൽ കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്? ഫയൽ നമ്പർ 2 കാരണമാണ്. സോ D എന്ന് പറയുന്ന വാല്യൂ എന്താ? C1 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഏത് ഫയൽ കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതാണ് ക്യാപിറ്റൽ D. സ്മോൾ d എന്ന് പറഞ്ഞാൽ ഈ ഫയലിന്റെ ഡെപ്ത്. ഏത് പോയിന്റ് കാരണമാണോ ഇന്റർഫറൻസ് ഏത് പോയിന്റിൽ ഇന്റർഫറൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് മുതൽ ആ ഫയലിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ d'. B
ടോട്ടൽ ബി എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോറിന്റെ ലെങ്ത്. ടോട്ടൽ ഫ്ലോർ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ടോട്ടൽ ഫ്ലോർ ലെങ്ത് ബി. ബി ഡാഷ് എന്ന് പറഞ്ഞാലോ C1 ഏത് പൈല് കാരണം ഉണ്ടാകുന്നത്, പൈൽ നമ്പർ 2. സോ ഈ ഡിസ്റ്റൻസ് ആണ് ബി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് ഈ CIയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ ഇൻസ്റ്റൻസ് അതൊരു നിങ്ങൾക്ക് 1.5 എന്നാ കിട്ടിയെന്ന് വിചാരിച്ചു. ഒരു പെർസെൻറ്റേജിലുള്ള വാല്യൂ കിട്ടും, 1.5%. അപ്പൊ അത് കറക്ഷൻ ഏതാ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. C1 കറക്ഷൻ ഏതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും ഇവിടെ കറക്ഷൻ വരുന്നത്. കാരണം ഫ്ലോ ഇത് നോക്കുക, പൈലിന്റെ ഫ്രണ്ടിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് C1 1.5 എന്ന് പറയുന്നത് പോസിറ്റീവ് കിട്ടി. ഇനി C1 ഇപ്പൊ ഒരു കറക്ഷനേ കഴിഞ്ഞുള്ളൂ. C1 ഏതൊക്കെ കറക്ഷൻ ചെയ്യാനുണ്ട്, കറക്ഷൻ ഫോർ ഇന്റർഫറൻസ്, കറക്ഷൻ ഫോർ തിക്നെസ്സും ചെയ്യാനുണ്ട്. സോ അടുത്താണ് കറക്ഷൻ ഫോർ തിക്നെസ്. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, കറക്ഷൻ ഫോർ തിക്നെസിന്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ, C1 ആണ് നിങ്ങൾക്ക് തിക്നെസിന് കറക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഈ പൈല് മാത്രം എടുത്തത് കൊണ്ട് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക, D1 നിന്നാണ്. അതിന് തൊട്ട് മുമ്പിലാണോ പുറകിലാണോ ഉള്ള പോയിന്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ C1 ഫ്രണ്ടിലെ പോയിന്റ് ഉള്ളൂ. അപ്പം 5D1 മൈനസ് 5C1 ബൈ D ഇൻറ്റു T. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 5D1 നിങ്ങൾക്ക് അറിയാം എത്ര, 85%, മൈനസ് 5C1 അറിയാം 80%, ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ എന്താ, ഈ പൈൽ നമ്പർ 1ന്റെ ഡെപ്ത് ആണ് D എന്ന് പറയുന്നത്. ഇവിടെ ഒരു തിക്നെസ്സും ഉണ്ടാവും, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ ആ തിക്നെസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 3ഉം ഇതിങ്ങനെ 1ഉം ആണ്. നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും. അതൊരു 1 ആണെന്ന് വിചാരിച്ചോ, 1% എന്നാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, C1 എന്ന് പറയുന്ന വാല്യൂ പൈലിന്റെ ഫ്രണ്ടിലാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ്. ഇനി മൂന്നാമത്തെ കറക്ഷൻ ഏതാ, സ്ലോപ്പ് ആണ്, CS. സ്ലോപ്പിന് ഇവിടെ കറക്ഷൻ ഉണ്ടോ, സ്ലോപ്പിന് ഇവിടെ കറക്ഷൻ ഇല്ല. കാരണം അവിടുന്ന് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ സ്ലോപ്പിന് കറക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കറക്ഷൻ 5C1 കൊടുക്കണം. സോ കറക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കറക്റ്റഡ് 5C1 എന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ ഒരു 5C1 വാല്യൂ ഉണ്ട് 80% എന്ന്. അത് കറക്റ്റ് അല്ല. 80 പ്ലസ് 1.5 പ്ലസ് 1 ഇതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള 5C1 വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും, 82.5% എന്ന് വരും. സോ അത് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി, 5E1 100% കറക്റ്റ് ആണ്, D1 കറക്റ്റ് ആണ്. C1 മാത്രമേ പ്രശ്നമുള്ളൂ, അത് നമ്മൾ മാറ്റി എഴുതും 82.5% എന്ന്. സോ നമ്മൾ ആ ഒരു സിമ്പിൾ പ്രൊഫൈൽ സോൾവ് ചെയ്തു. E1 D1 C1 കണ്ടുപിടിച്ചു. ഓക്കെ, E1 D1 C1 ഈ 3 വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്തത് എങ്ങോട്ടേക്ക് പോകണം, അടുത്തത് എങ്ങോട്ടേക്കാ പോകേണ്ടത്, അടുത്ത പൈലിലേക്ക് പോകുക. അടുത്ത പൈൽ ഏതാ, പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2 അപ്പൊ വരയ്ക്കണം. അതിന് ഈ ഒരു ചെറുതായിട്ട് തന്നെ വരയ്ക്കുള്ളൂ, ഈ സ്ലോപ്പ് ഒന്നും നമ്മൾ നോട്ട് ചെയ്യൂല. ഇപ്പൊ ഫസ്റ്റ് പൈൽ വരയ്ക്കണോ, പൈൽ നമ്പർ 2 വരയ്ക്കുമ്പോ വേണ്ട, ആ 2 എന്ന് പറയുന്ന പൈല് മാത്രം കൺസിഡർ ചെയ്തിട്ട് വരച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, അതുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുക. ഇത് നമ്മൾ താഴേക്കുള്ള സാധനം, അതിന്റെ മാത്രം E2 D2 C2. അപ്പൊ അത് ഇന്റർമീഡിയറ്റ് പൈലാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 5E2 5D2 5C2 ഈ 3 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് കോസ്ലാസ് ചാർട്ട് ഉള്ളത്. ഇതിലെ ഇന്റർമീഡിയറ്റ് പൈൽ ആയതുകൊണ്ട് ഈ വലിയ ഗ്രാഫാണ് യൂസ് ചെയ്യേണ്ടത്. ഈ കാണുന്ന വലിയ ഗ്രാഫ് ഇല്ലേ, ഈ വലിയ ഗ്രാഫ്, ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5 വാല്യൂസ് കിട്ടും.
ഇവിടുന്ന് 5 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, പിന്നീട് പറഞ്ഞുതരാം. അതിനും അങ്ങനെ 5E2, 5D2, 5C2 നിങ്ങൾക്ക് കിട്ടിയതായിരിക്കും. ഫോർ എക്സാമ്പിൾ അത് ഒരു 60 5E2 എന്ന് പറയുന്നത് 75, 70, 65 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. കിട്ടിയ വാല്യൂസ് 75, 70, 65 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഓരോന്നിനും കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. ഏത് കറക്ഷൻ? ഇവിടെ കറക്ഷൻ വേണ്ടാത്തൊരു പോയിന്റ് ഉണ്ട്, അതേതാ? ഫയൽ നമ്പർ 2 പറയുമ്പോഴത്തേക്കും കറക്ഷൻ വേണ്ടാത്ത പോയിന്റ് ഏതാ? D2-ല് കറക്ഷൻ വേണ്ട. E2-നും C2-നും കറക്ഷൻ വേണം. ഓക്കെ, E2-ൽ ഒരു കറക്ഷനും നമ്മൾ കൊടുക്കത്തില്ല. ഓക്കെ, അപ്പം 5E2 ഞാൻ എടുത്തു. 5E2-നാണ് ആദ്യമേ ഞാൻ കറക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ കറക്ഷൻ ചെയ്യണം എന്നുള്ളത് ആദ്യം നോക്കുക. 3 കറക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാ കറക്ഷൻ? കറക്ഷൻ ഫോർ ഇന്റർഫറൻസ്, കറക്ഷൻ ഫോർ തിക്നെസ്, കറക്ഷൻ ഫോർ സ്ലോപ്പ്. അപ്പൊ E2 നോക്കുക, ഇന്റർഫറൻസ് കാരണം ഉണ്ടാവുന്നില്ല കറക്ഷൻ. E2-ലെ ഏത് പൈല് കാരണം ഇന്റർഫറൻസ് ഉണ്ടാവുക? പൈൽ നമ്പർ 1 കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാവുക. ഇതിനുമായിട്ട് ചേർന്ന് നടക്കുന്ന ഈ സൈഡാണ്. അപ്പൊ പൈൽ നമ്പർ 1 കാരണം ഇന്റർഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം E2-ല് കറക്ഷൻ ഫോർ ഇന്റർഫറൻസ് കൊടുക്കണം. പിന്നെ ഫ്ലോറുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്, അപ്പൊ കറക്ഷൻ ഫോർ തിക്നെസ്സും കൊടുക്കണം. സ്ലോപ്പ് ഉണ്ടോ? E2-ൽ നിന്നല്ല സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, C2-ൽ നിന്നാണ് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ E2-ല് 2 കറക്ഷൻസ് കൊടുക്കണം. ഏതൊക്കെയാ? കറക്ഷൻ ഫോർ ഇന്റർഫറൻസ്, അതായത് CI. അതിന്റെ ഇക്വേഷൻ എന്താ? 19√D/B' × D+D'/B. ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണം. അതിലെ ഓരോ ടേംസും നോക്കുക. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ എന്താ? E2 എന്ന് പറയുന്ന പോയിന്റും E2-ല് ഇന്റർഫറൻസ് ഉണ്ടാവാൻ കാരണക്കാരനായത് ആരാ? പൈൽ നമ്പർ 1. അപ്പൊ E2-ൽ നിന്ന് പൈൽ നമ്പർ 1-ന്റെ ബോട്ടം വരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്മോൾ D' എന്ന് പറയുന്നതോ E2-ൽ നിന്ന് D2-ലേക്കുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കും D'. B എന്ന് പറയുന്നതോ? B എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോർ ലെങ്ത്. B' എന്ന് പറഞ്ഞാൽ പൈൽ നമ്പർ 1-ഉം പൈൽ നമ്പർ 2-ഉം തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്? B' എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2% ആണെന്ന് വിചാരിക്കുക. 2% കിട്ടിയാൽ ഇനി അടുത്ത് തന്നെ അതിന്റെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. E2 ആയതുകൊണ്ട് അത് ഏതായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? E2 എന്ന് പറയുന്നത് ഈ പൈലിന്റെ ബാക്കിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് ഏതാ കറക്ഷൻ? 5E2-ന് തിക്നെസിന്റെ കറക്ഷൻ ചെയ്യണം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ വരിക? 5E2 മൈനസ്, അതായത് ഇങ്ങനെയാണ് ഫ്ലോ പോകുന്നത്. അപ്പൊ E2-ൽ നിന്ന് D2-ലേക്ക് 5E2 മൈനസ് 5D2/D × T. അങ്ങനെ അത് ഇപ്പം ഇവിടെ D2-ന്റെ വാല്യൂ ഉണ്ട് 70, E2-ന്റെ വാല്യൂ ഉണ്ട് 75/D × T. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. 1 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ആ വാല്യൂ 1 ആണെങ്കിൽ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 5E2-ന് കറക്ഷൻ ചെയ്യണം. 5E2-ന്റെ കറക്റ്റഡ് വാല്യൂ എന്തായിരിക്കും? 75 - 2 - 1. സോ 72 എന്ന് കിട്ടും. 72% എന്ന് കിട്ടും. ഇനി D2-ന് കറക്ഷൻ വേണോ? D2-ന് നമുക്ക് കറക്ഷൻ കൊടുക്കണ്ട. അടുത്തത് C2. 5C2-ന് കറക്ഷൻ കൊടുക്കണം. ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം? 5C2-ന് ഇന്റർഫറൻസ് ഉണ്ട്, തിക്നെസ് ഉണ്ട്, സ്ലോപ്പും ഉണ്ട്. അത് ഈ ഫിഗറിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. C2 നോക്കുക, ഇന്റർഫറൻസ് ഉണ്ട്. ഏത് കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്? അടുത്ത പൈല്, ഈ പൈൽ നമ്പർ 3 കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാവുക. അപ്പം കറക്ഷൻ ഫോർ ഇന്റർഫറൻസ് കൊടുക്കണം. പിന്നെ തിക്നെസ് ഉണ്ട്, ഇവിടെ ഒരു ഫ്ലോർ വരുന്നുണ്ട്, ഇവിടെയും തിക്നെസ് ഉണ്ട്. അപ്പൊ കറക്ഷൻ ഫോർ തിക്നെസ് കൊടുക്കണം. C2-ൽ നിന്ന് ഒരു സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പം സ്ലോപ്പിന്റെയും കറക്ഷൻ കൊടുക്കണം.
അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് പോകണം. മനസ്സിലായോ? അപ്പൊ ആ വാല്യൂസ് കിട്ടി കഴിയുമ്പോൾ ഇവിടെ കറക്ഷൻ ചെയ്യുക. C2 എത്രയാന്നുള്ളത് കറക്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇവിടെ നോക്കുമ്പോ ഇത്രയും പോർഷൻ കിട്ടി. E2, D2, C2 കിട്ടി. ഇനി എന്ത് കിട്ടണം? E3, D3, C3. അപ്പൊ നമ്മള് അടുത്ത പൈൽ എടുക്കുക. പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3യിൽ ആദ്യമേ E3, D3, C3 വാല്യൂ കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓരോ ഏതൊക്കെ പോയിന്റ്സിനാണ് കറക്ഷൻ കൊടുക്കേണ്ടത് നോക്കുക. C3ക്കും D3ക്കും കറക്ഷൻ കൊടുക്കണ്ട. E3ക്ക് മാത്രം കറക്ഷൻ കൊടുത്താൽ മതി. E3യിൽ ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം? കറക്ഷൻ ഫോർ ഇന്റർഫറൻസ്, കറക്ഷൻ ഫോർ തിക്നെസ്. E3യിൽ ഇന്റർഫറൻസ് ഉണ്ടാവാൻ കാരണക്കാരനാരാ? ഫയൽ നമ്പർ 2 ആണ് കാരണക്കാരൻ. സോ അതില് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ? E3 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഫയൽ നമ്പർ 2 എന്ന് പറയുന്നതിന്റെ ബോട്ടം വരെയുള്ള ഈ ഇത്രയും സ്മോൾ ഡിസ്റ്റൻസേ വരത്തുള്ളൂ. ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് അതായിരിക്കും ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഏകദേശം ഒരു ധാരണ കിട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇടയ്ക്ക് ആരോടും ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് ക്ലിയർ ആയിട്ട് ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നാളെ ഞാൻ പഠിപ്പിക്കുമ്പം എന്തായാലും ചോദ്യം ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണെങ്കിലും പിന്നെ ഇപ്പം ശ്രദ്ധിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഓഡിയോ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് പേര്. സോ അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കാതെ ഉണ്ടെങ്കിൽ ഞാനിപ്പം പഠിപ്പിച്ച വീഡിയോ യൂട്യൂബിൽ അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇരുന്നുണ്ട്. സോ ഗൂഗിൾ ക്ലാസ് റൂം നോക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ വരുമ്പോൾ ഞാൻ എന്തായാലും പ്രോബ്ലം തുടങ്ങും. പ്രോബ്ലം തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെയാണ് എനിക്ക് ഉത്തരം പറഞ്ഞു തരേണ്ടത്. ഗ്രാഫിൽ നിന്ന് വാല്യൂ എടുക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. കറക്ഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു തരത്തില്ല. നിങ്ങൾ വേണം എനിക്ക് വാല്യൂസ് പറഞ്ഞു തരാൻ വേണ്ടി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഞാൻ തുരുതുരാ ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഒരാൾ ഉത്തരം പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പണിഷ്മെന്റ് എന്തായാലും തന്നിരിക്കും ഉറപ്പായിട്ടും. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. ശ്രദ്ധിച്ചവർ ഇപ്പൊ ചോദിക്കുക. അല്ലാത്തവര് ക്ലാസ് കഴിഞ്ഞിട്ടാണേലും മെസ്സേജ് ചെയ്തിട്ടാണേലും ചോദിച്ചാൽ മതി. ഇത്രയും പഠിപ്പിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏകദേശം ഒരു ധാരണ കിട്ടിയോ? കോസ്ലാസ് ചാർട്ട് അല്ല, ഐ മീൻ പ്രഷർ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാൻ ഫൈ എന്താണ്, കറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങളിലൊക്കെ യെസ് ഓർ നോ? ക്ലിയർ ആണോ? കുറച്ച് യെസ് ഓർ നോ? മനസ്സിലായില്ല? ഓക്കെ. സോ നാളെ വരുമ്പോ ഇത് പഠിച്ചിട്ട് വരിക. മറ്റേ വീഡിയോ നോക്കി പഠിക്കുക. സോ താങ്ക് യു.